ഇതൊന്നും കണ്ട് മയങ്ങണ്ട മക്കളെ. ഇതിലും വലുത് നടന്നിട്ടും കുലുങ്ങാത്തവരാ നമ്മൾ. 1952 വല്ല മാറ്റം ഉണ്ടായോ അതിനുശേഷം? 2016 വല്ല മാറ്റം ഉണ്ടായോ ആ സംഭവത്തിന് ശേഷം? അന്ന് 68 110 ആയിരുന്നു. അതിലും വലുതൊന്നുമല്ലല്ലോ ഈ 16. ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അവിടത്തിൽ ആകെ 16 പേര് മരിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഈ ഉപചാരം ചൊല്ലി പിരിഞ്ഞല്ലോ, ഒന്നും ഇല്ലാണ്ട്, കാര്യമായിട്ടൊന്നും ഇല്ലാണ്ട്. ഇത് അടുത്ത വർഷം ഇതേപടി തന്നെ തുടരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? 1952 നടന്ന കേരളത്തിലെ ആദ്യ വെടിക്കെട്ട് അപകടം ശബരിമലയിലാണ് ഇതുണ്ടായത്. അന്ന് മരിച്ച 68 കടന്ന് 2016 പുറ്റിങ്ങലിലെ 110 കടന്നാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. ഈ 2026 വല്ല പാഠവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞു പുറ്റിങ്ങൽ അപകടം കഴിഞ്ഞിട്ട്. അതിൻ്റെ വിചാരണ നടന്നിട്ടില്ല. നടപടിക്രമങ്ങളിലെ ഏറ്റവും ആദ്യ സംഭവമുള്ള വിചാരണ 59 പ്രതികളാണ്. അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ ഉണ്ടായില്ല, വെടിക്കെട്ടുണ്ടായില്ല. എല്ലാം ഒരു ഉപായത്തിലൂടെ കഴിച്ചു കൂട്ടി. അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം ഇതേപടി പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്നൊക്കെ കരുതണ്ട. ഇതിനാരാണ് ഉത്തരവാദി? ആരാണ് ഈ സംഭവത്തിന് ഉത്തരവാദി? വെടിക്കെട്ട് നടത്താൻ അനുമതി കൊടുത്ത അല്ലെങ്കിൽ അതിന് സഹായിച്ച നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയാണോ? വെടിക്കെട്ടിൻ്റെ മൊത്തം സ്പോൺസറായ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരനായ അതിൻ്റെ ലൈസൻസിയാണോ? അതോ പാവം തൊഴിലാളികളാണോ? ഇവരാരുമല്ല. തൊഴിലാളികളൊന്നും ഒരിക്കലും കേസപ്പെടാൻ ബാധ്യതപ്പെട്ടവരല്ല. എന്തായാലും ഇതിന് ഏറ്റവും പ്രധാന പ്രതി മനുഷ്യരാണ്, നമ്മളാണ്. സമൂഹമാണ് ഇതിന് ഉത്തരവാദി. നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാനും ചെയ്യാനും താല്പര്യമാണ്. നമ്മുടെ പഴയ തലമുറയിലേക്ക് പോയാൽ ഗുഹാവാസിയായ ആ കാലത്ത് മനുഷ്യൻ ചെയ്തത് എന്താ? ഒരു മൃഗത്തിൻ്റെ വായിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമങ്ങൾ. അതായിരുന്നു അവൻ്റെ മെയിനായ ആവശ്യം. അവന് മറ്റ് ടെൻഷനൊന്നും ഉണ്ടാകുന്നില്ല. ഇതായിരുന്നു ടെൻഷൻ. ആ ആൾ പിന്നീട് എന്ത് ചെയ്തു? ഈ മൃഗത്തെ ആക്രമിക്കുക, അതിനെ കീഴ്പ്പെടുത്തിയിട്ട് വലിയ ആളായി. അതിനും അത്തരം നല്ല യുദ്ധങ്ങൾ, മത്സരങ്ങൾ, അംഗങ്ങൾ കാണാൻ ആളുണ്ടായി. അത് കാണിക്കാനും കാണാനും ആളുണ്ടായി. അതുപോലെ തീനെ പേടിയായിരുന്നു. തീനെ ദേവതയായിട്ടും എന്തൊക്കെയായിട്ടൊക്കെ സങ്കല്പിച്ചു. പേടികളെയൊക്കെ ദൈവമാക്കിയിരുന്നു. പിന്നെ അതിനെ കീഴടക്കി പല പല ഉപകാരങ്ങൾ അതോടെ ഉണ്ടായി. ആ തീ കൊണ്ടുള്ള കളിയായി. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. തീ കൊണ്ടുള്ള കളിയാണ്. തീ ചാമുണ്ടി, തീ തെയ്യം, കനലാട്ടം, തിരിവിഴിച്ചിൽ, അങ്ങനെ എന്തൊക്കെയുണ്ട്. തീ കൊണ്ട് തന്നെ പോരാത്തതിന് ഇങ്ങനെ കയറ്റി ഇപ്പുറത്ത് കൂടി എടുക്കുന്ന ഒരു പരിപാടി, ഇവിടെ തൂക്കിയിട്ട് ഒരു തൂക്കം, ഇതൊക്കെ നടത്താൻ ആളുണ്ട്. ആ നടത്തുന്നവരാരാ? വീരപുരുഷന്മാരാണ് മറ്റുള്ളവരുടെ മുമ്പിൽ. അവർക്ക് അന്തസ്സുണ്ട്, വരുമാനമുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ പടക്കം പൊട്ടിക്കാൻ വളരെ പേടിച്ചിട്ടായിരിക്കും ആദ്യമൊക്കെ. പക്ഷെ മുതിർന്നവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേപോലെ നമ്മുടെ കുട്ടികളുടെ ആദ്യം പൂത്തിരി, കമ്പിത്തിരി, അത് കഴിഞ്ഞ് പടക്കം. പിന്നെ പടക്കം പാത്രത്തിൽ വെച്ച് പൊട്ടിക്കണം. അങ്ങനെയാണ് ഒരു പയ്യൻ മരിച്ചത്. അങ്ങനെ മിക്കവാറും വിഷുവിന് അപകടം നടക്കാത്ത കൊല്ലമില്ല കേരളത്തിൽ. ഒന്നുമല്ല. നമുക്ക് ഏറ്റവും എളുപ്പം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രിയാണ് കുറ്റം പറയുക. അയാളാണ് അതിന് കുഴപ്പം. പക്ഷേ അവർ നന്നായിട്ട് കാര്യമുണ്ടോ? നിയമം ഇല്ലായിട്ടാണോ? ഇത് നിയന്ത്രിക്കാനായിട്ടും അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള എത്ര നിയമങ്ങളുണ്ട്. അതിലൊക്കെ വെള്ളം ചേർക്കുന്നത് ആരും പറയണ്ട. അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളെ പറയണ്ട, പ്രതിപക്ഷ പാർട്ടികളെ പറയണ്ട. വാൽപ്പാറ ബസ് അപകടം അത് നടന്നതിന് ശേഷമാണ് ഇവിടെ ഈ പറഞ്ഞ ആദ്യം തമിഴ്നാട്ടിലൊരു 23 പേരുടെ, ഒരു കുട്ടി ഉൾപ്പെടെ 23 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായി. അതിനുശേഷം അടുത്ത ദിവസം കൂടി ഉണ്ടായി. നമുക്കറിയാം, ഒരു ബസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വാഹനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പല പല ഘടകങ്ങളുണ്ടായില്ലേ. അത് നല്ല രീതിയിൽ ഓടും. പക്ഷെ ഡ്രൈവറുടെ അശ്രദ്ധയാവാം, യന്ത്രത്തിൻ്റെ പ്രശ്നമാവാം, റോഡിൻ്റെ പ്രശ്നമാവാം, കാലാവസ്ഥ പ്രശ്നമാവാം, പലതും ആവാം. അപ്പം മാത്രമേ അവിടെ അപകടമുള്ളൂ. വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച സാധനമാണ്. വെടിക്കെട്ട് തൊഴിലാളി ഒരു 10 മണിക്ക് ചായക്ക് പോയി അതിന് ശേഷം ഒരു ബീഡിയും വലിച്ച് അതൊക്കെ കുത്തി കെടുത്തിയിട്ട് വന്നാലും അപകട സാധ്യതയുണ്ട്. ഇവിടെ ഒരു പുതിയൊരു ആരോപണം വന്നിട്ടുണ്ട്. അത് ശരിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിനെ പറഞ്ഞത്, അവിടെ മാധ്യമപ്രവർത്തകർ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഷൂവിലെ മണൽത്തരി ഒക്കെയുള്ള ആ ഒരു കർഷണം മൂലമുണ്ടായ വിഷമായിരിക്കാം ഈ തീപിടുത്തം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാധ്യമപ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തി എന്ന രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ അത്രയ്ക്കൊന്നും പോകണ്ട. എന്തായാലും ഇതിൽ എന്ത് നിയമം ഉണ്ടെങ്കിലും അതിൽ വെള്ളം ചേർക്കാനും പിന്നെ ആചാരം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈയിടെ ഒരു പ്രമുഖ വ്യക്തി, പുരോഗമന സ്വഭാവമുള്ള പാർട്ടിയുടെയൊക്കെ ആളെ മറ്റാൾ
തീർത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്തായാലും ആചാരം വിട്ട് കളിക്കാൻ പറ്റില്ല. ഈ ആചാരത്തെ പറ്റി പറഞ്ഞിട്ട് ആരാ? പുരോഗമന പ്രവർത്തകരും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആചാരത്തെ പറ്റി പറയാൻ പാടില്ല. കുറച്ച് ആൾക്കാർ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് ആചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെടിക്കെട്ട് തുടരണം എന്നാണ് പറയുന്നത്. ഒരർത്ഥമില്ല. ആചാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആചാരം എന്ന് പറഞ്ഞാൽ എവിടുന്ന് അടി തല്ലുള്ള രക്ഷപ്പെടാനുള്ളതാണ് ആചാരം. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. എന്തൊക്കെ നിയമം ഉണ്ടാക്കിയാലും അത് വെള്ളം ചേർത്തിട്ടാണ്. അല്ലെങ്കിൽ 1952 ശേഷം ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ 52 68 പേര് മരണപ്പെട്ട ശബരിമലയിലെ വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അതിൻ്റെ ഗൗരവം ഏറ്റെടുത്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇതിൽ ഒരു രക്ഷയില്ല. 58 ആ വർഷത്തിൽ 52 ചിലപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ കുറവായിരിക്കും. പക്ഷേ എന്ത് സൗകര്യം കൂടി ആധുനിക ചികിത്സാ രംഗത്ത് ആംബുലൻസ് പോലും അവിടെ വെടിക്കെട്ട് അപകടത്തിൻ്റെ അടുത്ത് നിർത്തി ഡോക്ടർമാരും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉണ്ടായിരിക്കാം. ഒരു രക്ഷയില്ല. ഒരാളെ ഇങ്ങോട്ട് കിട്ടില്ല ചികിത്സിക്കാനേ. അങ്ങോട്ട് പോവുകയാണ്, തെറിക്കുകയാണ്, ഭിന്നമാവുകയാണ്. അതൊക്കെ ഇതൊന്നും ആരും ചിന്തിക്കണില്ല. അപ്പോൾ ഇവിടെ ഈ പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ചില പാർട്ടിക്കാർ ഈ തൃശ്ശൂർ പൂരം തന്നെ ഒരു അവസരമാക്കി, സുവർണാവസരമാക്കിയിട്ടുണ്ട്. അതിന് മുന്നിൽ നിൽക്കുക, അവിടെ ചെല്ലുക, അതായത് ഏതെങ്കിലും രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കുക, അതിന് വോട്ടാക്കുക. ഇതിപ്പോൾ ആ ജനങ്ങളാണെങ്കിലോ ഈ വെടിക്കെട്ടുമായിട്ട് അതിനായിട്ട് മരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ആ മരണങ്ങളിൽ അവർ ആഹ്ലാദിക്കുന്നത്. ഒരാൾ പറഞ്ഞു, മരിച്ചവർ മരിച്ചില്ലേ, എൻ്റെ ചക്കട കാര്യം പറഞ്ഞു. ഏതാണ്ട് എല്ലാവരെയും മനസ്സിൽ ഈ മരിച്ചവർ മരിച്ചില്ലേ എന്നാണ്. മരിച്ചവർ മരിച്ചാലും ആചാരം വേണം. എന്താ ആചാരം? അതൊക്കെ എവിടുന്ന് വന്നതാ? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ഈ സംഭവമൊക്കെ. അവരൊക്കെ പോയിട്ടും നമ്മളെ അമ്മത് വിട്ടിട്ടില്ല. അത് കലാകാരന്മാരാണ്. വെടിക്കെട്ട് കല അതിങ്ങനെ വിരിയുന്നു, വായനൊക്കെ വർണ്ണിച്ച് പത്രങ്ങളിൽ എഴുതുന്നു, അത് വായിച്ച് ആസ്വദിക്കുന്നു. ഇവിടെ പ്രധാന പ്രതി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരാണ്. ഒരു സംശയമില്ല. ഇനി പുറ്റിങ്ങൽ അപകടത്തിലെ 59 പ്രതികളിൽ തൊഴിലാളികളുണ്ട്. എങ്ങനെ തൊഴിലാളി പ്രതിയാകുന്നത്? തൊഴിലാളി ആ വെടിക്കെട്ട് അപകടം വലിയ ഉയർന്ന ശമ്പളമാണ്. ഒരു ദിവസം കൂലി പറഞ്ഞാൽ 2000 ഒക്കെ വരും. അപ്പോൾ വിദേശത്തൊന്നും പോകാൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇവിടം കൊണ്ട് ജീവിക്കുകയാണ്. എത്രയോ പേര് ഇത് നിർത്തിപ്പോയവരുണ്ട്. ഈ പരിപാടിന് ലൈസൻസ് ഉണ്ടെങ്കിലും വേണ്ടെന്ന് വെച്ചവരുണ്ട്. അവരൊക്കെ വിവരമുള്ളവർ. പക്ഷെ അവർക്ക് കലാകാരൻ എന്ന പേര് കിട്ടില്ല. വെടിക്കെട്ട് കലാകാരൻ. എങ്ങനെ അത് കലയുന്നത്? അവിടെ വർണ്ണം വിരിയിച്ചു ആകാശത്ത്. ഇതുമാതിരി കോമാളി വർത്തമാനം. ഇതാണ് ആദ്യം നിർത്തേണ്ടത്. അപ്പോൾ തൊഴിലാളികളെ പോലെ ഇനിയിപ്പോൾ ഈ വെടിക്കെട്ട് അപകടത്തെ ജീവിച്ചിരിക്കുന്ന തൊഴിലാളികളൊക്കെ പതിക്കൂട്ടിലായിരിക്കും. എന്തായാലും ഒരു മെച്ചം. പുറ്റിങ്ങലിൽ 10 വർഷമായിട്ട് ഇതില്ല. അവിടെ വല്ല പ്രശ്നമാണ്. അവിടെ ഭഗവതിയാണോ ഭഗവാനാണെന്ന് എനിക്കറിയില്ല. അവിടെ ദൈവത്തിന് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടോ? ചിലടത്ത് ആന പാടില്ല, ചിലടത്ത് കാളയെ പാടുള്ളൂ, ചിലത്ത് ആനയും കാളയും ഉണ്ടെന്ന് കേൾക്കണം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒന്നും ഇല്ലാതെ തന്നെ ആനയുടെ വിഷയം വലിയ വിഷയമാണ്. അത് ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതും മറ്റൊരു അപകടത്തെ ഇങ്ങനെ നിർത്തുക. ഈ അപകടത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ത്രില്ലുണ്ടാവുന്നുണ്ട് മനുഷ്യന്മാർക്ക്. അത് ടി വിയിൽ കാണുന്നവർക്ക് ഉണ്ട് ത്രില്ല്. ആനയുടെ അടുത്ത് നിൽക്കുന്ന ആളെങ്ങനെ വാച്ച് എപ്പോഴാണ് പൊട്ടുക, എപ്പോഴാണ് ഓടുക? ഈ മനസ്ഥിതി അവസാനിപ്പിക്കണം. എന്നാലേ ഇത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കാലാകാലമായിട്ട് കേസ് തുടരണം. പുറ്റിങ്ങലിൽ ഇപ്പോൾ 10 വർഷമായിട്ട് ഇല്ല. അത് കേസാണ് കാരണം. കേസ് ഇപ്പോൾ ഈ മെയ് മാസത്തിലും മറ്റും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും.